അപ്പൊ ദേവസ്വം ബോർഡ് അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് എങ്ങനെ ഈ പറഞ്ഞ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനൊരു തുറന്ന സമീപനമാണ് ഉള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം തൊട്ടുള്ളതാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കൊന്നും ഒരു തരത്തിലും ഇതിനകത്ത് പങ്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ശബരിമലയിലെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് മൂലം വന്നിരിക്കുന്ന പിശകാണ്. നമസ്കാരം. നമസ്കാരം. ശബരിമലയിൽ ഓരോ ദിവസവും പുതിയ മോഷണ കഥകൾ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഉന്നതരിലേക്കുമാണ് ഈ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. ആരൊക്കെയാകും ഈ ഉന്നതർ? ആരിലേക്കൊക്കെ ആയിരിക്കും ഇനി അന്വേഷണങ്ങൾ നീളുക? അന്വേഷണം വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്ത യോഗദണ്ഡിൽ സ്വർണം പൂശാൻ എന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങിയത് നമുക്ക് ഇവിടെ കൺമുമ്പിൽ തന്നെയുണ്ട്. എം പത്മകുമാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ശബരിമലയിൽ വെച്ചിട്ട് തന്നെയാണ് യോഗദണ്ഡിൽ സ്വർണം പൂശിയത് എന്നും ആ സ്വർണം നൽകിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എം പത്മകുമാറാണെന്നും ബാക്കിയുള്ള സ്വർണം അദ്ദേഹത്തിന് തന്നെ, അതായത് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ അതിന്റെ സുതാര്യമായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ഇന്ന് പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞു. കുറേയധികം പുകമറകൾ ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ സുതാര്യമായ അന്വേഷണം തന്നെയാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ദേവസ്വം ബോർഡിനെതിരെ കൂടി എഫ്ഐആർ വന്നത്. അതായത് മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള എം പത്മകുമാർ, ദേവസ്വം കമ്മീഷണറുള്ള എൻ വാസു ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിപ്പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഈ ഒരു എഫ്ഐആർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതി ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അന്വേഷണത്തിനൊടുവിൽ മാത്രമേ, ഇതിപ്പോ ഒരു ആരോപണം മാത്രമാണ്. ശബരിമലയിൽ ശരിക്കും കാര്യങ്ങൾ എങ്ങനെയാണോ നടക്കേണ്ടിയിരുന്നത് അതേ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ഈ അന്വേഷണ സംഘം പരിശോധിക്കും. ഉത്തരവാദിത്തമുള്ള ഒരു ഭരണസമിതിയാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് എങ്ങനെ ഈ പറഞ്ഞ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഉയരുന്ന സമയത്ത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിനെ ഇതിനകത്ത് പ്രതി പട്ടികയിൽ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ തുടർന്ന് വരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പോലും അറിയിക്കാതെ കൃത്യമായ ഒരു ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന മൂരാരി ബാബുവും അടങ്ങുന്ന സംഘമാണോ സ്വർണം അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നൊക്കെയുള്ളത് വ്യക്തമാകേണ്ടത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടും ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിട്ടും അന്വേഷണം സുതാര്യമായിട്ട് നടക്കട്ടെ എന്ന് തന്നെയാണ് അവരുടെ ഒരു മൈൻഡ്. അതല്ല എങ്കിൽ ഇത്ര തകൃതിയായിട്ടൊന്നും അന്വേഷണം മുമ്പോട്ട് പോകത്തില്ല. ഇപ്പൊ ഹൈക്കോടതി ഇടപെടലുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഹൈക്കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്തുമൊക്കെ ഒരു സർക്കാരിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ തടസ്സപ്പെടുത്താനായിട്ടൊക്കെ സാധിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനൊരു തുറന്ന സമീപനമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണം സുഗമമായിട്ട് തന്നെ നടക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഏതൊക്കെ ഉന്നതരിലേക്കാണ് ഇനി എത്തുക എന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷം പറയുമ്പോഴത്തേക്ക് പ്രതിപക്ഷം പറയാതെ മുഖ്യമന്ത്രി തുടങ്ങി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത്, ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കും. പ്രതിപക്ഷവും BJP ഒക്കെ ആക്ഷേപിക്കും. അതേസമയം മുഖ്യമന്ത്രിയും മറ്റ് ഭരണപക്ഷത്തുള്ള ആളുകൾ എന്തായിരിക്കും പറയുക? പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു അവതാരം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം തൊട്ടുള്ളതാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹങ്ങൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തരി പൊന്നെങ്കിലും പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ബാധ്യസ്ഥരാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നു. അത് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നാണ്, കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആരാണ് കുറ്റക്കാരെങ്കിലും അവരെ സംരക്ഷിക്കില്ല എന്ന് വരെ പാർട്ടി പറഞ്ഞു വെക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഈ CPM മുഖ്യമന്ത്രിമാരുടെയൊക്കെ ഒരു ചരിത്രം എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഏതു വിധേനയും അതിനൊരു ന്യായീകരണം കണ്ടെത്തി ആദ്യമേ തന്നെ ന്യായീകരിച്ചു തുടങ്ങും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ശബരിമല വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഒരുപാട് വൈകാരികതയുള്ളൊരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പൊ ആ ശബരിമലയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു തുറന്ന മനസ്സോടുകൂടി ഒരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിനെ വിശ്വസിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെയല്ല എങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. തീർച്ചയായിട്ടും അറിയാം. ഇതിനകത്ത് ദേവസ്വം മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കൊന്നും ഒരു തരത്തിലും ഇതിനകത്ത് പങ്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ശബരിമല വിഷയത്തിലൊക്കെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഇടപെടുമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വിഡിത്തരമാണ്. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പോലും തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പ്രശാന്ത് എന്ന് പറയുന്നത് ഇപ്പോഴിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന ആളാണ്.
അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം UDF വിട്ട് LDF-ലേക്ക് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്രശാന്തൊക്കെ ഒരു അഴിമതിക്കാരനാണ്, ഒരു പൂർണ്ണമായിട്ടൊരു അഴിമതിക്കാരനാണ് എന്നൊന്നും കരുതുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്നും കാണുന്നില്ല. പക്ഷേ ചില അറിവില്ലായ്മകൾ അത് ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ N. വാസു, മുൻ ദേവസ്വം കമ്മീഷണർ, അദ്ദേഹത്തെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ മനസ്സറിഞ്ഞ് ഒരു അഴിമതിയും അവിടെ നടത്തിയിട്ടില്ല, പക്ഷെ ഫയലുകൾ വരണം, ഫയലുകൾ വന്ന് ഫയലുകൾ നോക്കി പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ തന്നെ FIR ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ N. വാസുവിന് അറിയത്തില്ല, ഈ മുൻ ദേവസ്വം കമ്മീഷണർക്ക് അറിയത്തില്ല. കാരണം അദ്ദേഹത്തെ ആരും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. വേറൊരു കാര്യം കൂടി അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ തിരുവാഭരണ കമ്മീഷണറാണ് ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരുവാഭരണ കമ്മീഷണറെ കുറിച്ച് നമുക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് രാവിലെയാണ് ഇപ്പൊ ഈ N. വാസുവിന്റെ പ്രസ്താവനയിൽ നിന്നാണ് തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന ഒരാൾ കൂടി ശബരിമലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെയും, അതിന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തെയും ഈ FIR-ൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണർ തുടങ്ങി, അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ തുടങ്ങി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തുടങ്ങി എല്ലാവരും ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുകയാണ്. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ബോർഡുകൾ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ അല്ല വേറൊരു ബോർഡിന്റെ, ഈ കേരളത്തിൽ ഒരുപാട് ബോർഡുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബോർഡിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. മനസ്സവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് MD ഏതാണ്ടൊക്കെ അഴിമതികൾ കാണിച്ചു. MD ഏതാണ്ടൊക്കെ അഴിമതികൾ കാണിച്ചതിന് ശേഷം വളരെ മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എൻ്റെ ഈ സുഹൃത്ത്. ആ സുഹൃത്ത് MD കാണിച്ച അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഉള്ള പറമ്പ് സ്ഥലമൊക്കെ വിറ്റിട്ട് ആ വിജിലൻസ് കേസ് സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ ചെയർമാൻമാരായിട്ട് അവരോധിക്കപ്പെടുന്നവർക്കെല്ലാം ആ ബോർഡുകളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയക്കാരാണ് ഈ ബോർഡുകളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പൊ ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് ആ ബോർഡിനെ കുറിച്ച്, ഇപ്പൊ ഏത് ബോർഡും ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് മാത്രമല്ല, ഞാൻ പറയുന്നത് മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ ഒരു നിയന്ത്രണം ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ബോർഡ് ചെയർമാൻമാരുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ ഒരു ആലങ്കാരിക പദവി, ഒരു സ്റ്റാമ്പൊക്കെ ഇരിക്കുന്ന മാതിരി ഒരു ബോർഡൊക്കെ വെച്ച് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതുപോലെയുള്ള പ്രത്യാരോപണങ്ങൾ വരുന്ന സമയത്ത് അവരൊക്കെ പ്രതിപട്ടികയിൽ പ്രതി സ്ഥാനത്ത് നിൽക്കേണ്ട ഗതികേടും ഉണ്ടാവും. അപ്പൊ ഇതിനകത്തൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെ വൈകാരികതയുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പൊ യോഗദണ്ഡുമായി ബന്ധപ്പെട്ടിട്ട് മുൻ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അത് ഇന്നലത്തെ ഒരു വാർത്ത മാത്രമായിട്ട് അതവിടെ അവസാനിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് വീണ്ടും പിന്നെ വന്നിരിക്കുന്നത്, ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നതും ഉയർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആരോപണമാണ് ശബരിമല കട്ട്ളയും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണം കടത്തിയ കേസ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിൽ തന്നെയാണ് ഈ അന്വേഷണം ചെന്ന് അവസാനിക്കുക വേണം നമ്മൾ കരുതാനായിട്ട്. ദേവസ്വം ബോർഡൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമോ? കാരണം നമ്മൾ പലവട്ടം ആലോചിച്ച് നോക്കണം. ദേവസ്വം ബോർഡൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം പിടിക്കപ്പെടും എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാവത്തില്ലേ? ഇത് എത്ര ദിവസം ഇങ്ങനെ ഒരു 5 വർഷം കഴിയും തോറും മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമല്ലേ ഇത്? അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇതിനകത്ത് വീഴ്ചകൾ ഉണ്ട്. അതായത് നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നവർ കൃത്യമായിട്ട് നോക്കി നടത്താത്തത് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അബദ്ധമാണിത്. അല്ലെങ്കിൽ ശബരിമലയിലെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് മൂലം വന്നിരിക്കുന്ന പിശകാണിത്. യഥാർത്ഥം സുതാര്യമായ ഒരു അന്വേഷണമായിരിക്കും. ഇത് ഈ അന്വേഷണം ആരുടെയൊക്കെ തല തെറിപ്പിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയുടെ നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു, മുൻ കോൺഗ്രസ് നേതാവൊക്കെയാണ് അദ്ദേഹം ഇത് തന്ത്രിയിലേക്ക് ഒരു ആരോപണം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നുണ്ട്. കാരണം തന്ത്രിയൊക്കെ ഇതിൽ എങ്ങനെയാണ് ഒരു കക്ഷിയാവുക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷണം സുതാര്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ അന്വേഷണം കൃത്യമായിട്ട് നടക്കും. ഇതിനകത്ത് സ്വർണം കട്ടിരിക്കുന്നത് ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരും. മറിച്ച് മാധ്യമങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബ്രേക്കിങ്ങുകൾക്ക് അർത്ഥമില്ലാതാവുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ അന്വേഷണം വളരെ സുതാര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.